നമ്മുടെ വയനാട്ടിലൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു 2-5 സ്ക്വയർ കിലോമീറ്ററിനകത്ത് ഒരു കടുവയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ മധ്യപ്രദേശിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ആൺകടുവയ്ക്ക് ഒരു 100 സ്ക്വയർ കിലോമീറ്ററും 50 മുതൽ 100 സ്ക്വയർ കിലോമീറ്ററും ഒരു പെൺകടുവയ്ക്ക് ഒരു 15 മുതൽ 30 സ്ക്വയർ കിലോമീറ്റർ വരെയുള്ള ടെറിട്ടറിയിലാണുള്ളത്. അപ്പോൾ ഒരു കടുവയ്ക്ക് ഒരു 50 മുതൽ 60 മാനുകൾ വേണം ഒരു വർഷം ജീവിക്കാൻ, തിന്നണം അവർക്ക്. പ്ലസ് സപ്ലിമെൻ്റായിട്ട് ചെറിയ മൃഗങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ മെയിനായിട്ട് 50-60 മാനുകൾ വേണം. ഈ 50-60 മാനുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഏറ്റവും കുറഞ്ഞൊരു 500 മാനുകൾ അവരുടെ അടുത്ത് വേണം. കാരണം എല്ലാ പ്രാവശ്യം 10 പ്രാവശ്യം ട്രൈ ചെയ്താൽ മാത്രമേ അവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഇതിനെ പിടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ വയനാട്ടിൽ ഒരു 100-ൽ പരം കടുവകൾ ഉണ്ട് എന്നല്ലേ പറയുന്നത്. ഇത്രയും സാന്ദ്രതയിൽ ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത്? ഇതിപ്പോഴും ഒരു മിസ്റ്ററിയാണ്. കാരണം ഇത് ഞാൻ പറയുന്നല്ല, ഞാൻ ഈ സെയിം സാധനം ഡോക്ടർ ഉല്ലാസ്കർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. ഇതൊരു സർപ്ലസ് പോപ്പുലേഷൻ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് നമ്പർ അവിടെ വന്നിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിങ്ങി പാർക്കുന്ന സ്ഥലം കൊച്ചിയിലാണ്.